ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണേ. നമുക്ക് എംബ്രോയിഡറി ആരി വർക്കൊക്കെ ചെയ്യുന്നവർക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഇത്. ഞാനിത് ഓൺലൈൻ മേടിച്ചതാണ് കേട്ടോ. അത്യാവശ്യം വലിയ ലഗേജ് ആയതുകൊണ്ട് ഞാൻ ഓൺലൈൻ ചെയ്തപ്പോഴേ നാട്ടിലത്തേക്കാണ് ഇത് ചെയ്തത്. കാരണം കൂടെ കൊണ്ടുവരാനായിട്ടുള്ള ബുദ്ധിമുട്ട് കാരണം. അപ്പോൾ വന്നതിന് ശേഷം ഞാനിത് പൊട്ടിച്ച് നോക്കുന്നതാണേ. എൻ്റെ കയ്യിലുണ്ടായിരുന്ന എംബ്രോയിഡറി സ്റ്റാൻഡ് ചെറിയ സ്റ്റാൻഡാണ്. അപ്പോൾ അതൊരു 12 ഇഞ്ച് വരെയുള്ള വലിപ്പത്തിൽ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഇതാകുമ്പോൾ നല്ല വലിപ്പമുണ്ട്, നമുക്ക് നല്ല യൂസ്ഫുള്ളാണ്. കാരണം ഇത് 3 യൂസാണ് ഇതിലുള്ളത് കേട്ടോ. ഇതിൽ തന്നെ നട്ടും ബോൾട്ടും ക്ലിപ്പും എല്ലാം വരുന്നുണ്ട്. ഒരു 24 ക്ലിപ്പുണ്ട് ഇതിൽ. നമുക്ക് റൗണ്ടായിട്ട് സെറ്റ് ചെയ്തെടുക്കാം, സ്ക്വയറായിട്ട് സെറ്റ് ചെയ്തെടുക്കാം, അതുപോലെ ഹൈറ്റൊക്കെ നല്ലപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്യാം. ഇനി വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് നിലത്തൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനിതാ ഈ ഒരു സ്ക്വയർ, ഇത് ഹൈറ്റ് കുറഞ്ഞ സ്റ്റാൻഡാണ്, ഇതാ ഇതുപോലെ സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഹൈറ്റ് കൂടുതൽ വേണം, ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വയ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റാൻഡ് ഉണ്ട്. ഇതെല്ലാം ഒറ്റ ഇതിലാണ് കിട്ടുന്നത് കേട്ടോ. നമുക്ക് ഒറ്റ സ്റ്റാൻഡ് കിട്ടുമ്പോഴത്തേക്കാണ് നമുക്ക് ഈ 3 യൂസ് വരുന്നത്. ഇതാ ഇതുപോലെ നല്ല പോലെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. ഹൈറ്റ് നമുക്ക് എങ്ങനെ വേണം സെറ്റ് ചെയ്ത് വയ്ക്കുക, അതിനുള്ള നെട്ടും ബോൾട്ടും എല്ലാം അവർ അതിൽ കൊടുത്തിട്ടുണ്ട്. വലിയ ഡിസൈനൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നിലത്തിരുന്ന് ചെയ്യണമെങ്കിൽ നിലത്തിരുന്ന് ചെയ്യാം, ചെയറിട്ട് വേണമെങ്കിൽ അങ്ങനെ ടേബിൾ പോലെ യൂസ് ചെയ്യാം. നല്ല സ്ട്രോങ് ആണ് കേട്ടോ ഈ സ്റ്റാൻഡ്, നല്ല ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ടൈമിന് റൗണ്ട് മാറ്റിയിട്ട് ഈ ഒരു സ്ക്വയർ ഈ റൗണ്ട് സെറ്റ് ചെയ്തതുപോലെ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ ഈ സ്ക്വയറും സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. കൊണ്ടുവന്ന ലഗേജുകൾ പൊട്ടിക്കാത്തതുകൊണ്ടാണ് ഞാനിന്ന് വർക്ക് ചെയ്ത് കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ടൈമിന് അത് കാണിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.